ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ കിട്ടുമ്പോൾ, BTech കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ റിസർവേഷനാണ് EWS റിസർവേഷൻ, എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷൻ. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ടോട്ടൽ സീറ്റിന്റെ 10% സീറ്റ് EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. എന്താണ് എക്കണോമിക്കലി വീക്കർ? അതായത് നാം ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണ്, എനിക്ക് വേറെ റിസർവേഷൻസ് ഒന്നുമില്ല, കമ്മ്യൂണൽ റിസർവേഷൻസ് ഇല്ല, കാസ്റ്റ് വൈസിലുള്ള റിസർവേഷൻസ് ഇല്ല, ഡിസബിലിറ്റിയുടെ റിസർവേഷൻസ് ഒന്നുമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റിസർവേഷനാണ്. ഇതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? വില്ലേജ് ഓഫീസിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം നാം കളക്ട് ചെയ്യാൻ. ഈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നാം അപ്ലോഡ് ചെയ്താൽ ഇതുപോലെ തന്നെ നാഷണൽ ലെവലുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകൾക്ക്, JEE എക്സാമിനേഷന്, നീറ്റ് എക്സാമിനേഷന്, പരീക്ഷകൾ ഏതുമാവട്ടെ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കുന്ന EWSന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട എലിജിബിലിറ്റി ലഭിക്കാനുള്ള നോംസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം കളക്ട് ചെയ്യുക. അത് JEE എക്സാമിനേഷനോ നീറ്റ് എക്സാമോ ഒക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യേണ്ടത് നമ്മൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ്. പകരം കേരള സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസുള്ള ഒരു അഡ്മിഷൻ വേണ്ടി പർപ്പസ് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ നമ്മൾ കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്ത് ആ എലിജിബിലിറ്റി നേടിയാൽ നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള 10% റിസർവേഷൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കുകയും നമുക്കൊരു അഡ്മിഷൻ ഈസി ആക്കാനും സാധിക്കും. വീണ്ടും മനസ്സിലാക്കുക, നമുക്കുള്ള അർഹതകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായ അറിവോടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.